ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശനിയുടെ വക്രസ്ഥിതി മൂലം ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ശനിയുടെ പൂർണ്ണമായ ഒരു ദൃഷ്ടി ഉണ്ട്. അങ്ങനെ ദൃഷ്ടിയുള്ള ഒരു രാശിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. ആ ശനിയുടെ ദൃഷ്ടി പതിയുന്നത് മൂലം പല കാര്യങ്ങൾക്കും ആരോഗ്യപരമായിട്ടും മറ്റ് പല രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തടസ്സങ്ങൾക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കുകയാണ് ഈ വക്രഗതി കൊണ്ട്. ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് 2026 ജൂലൈ മാസം 27 മുതൽ ഡിസംബർ മാസം 11 വരെയുള്ള ദിവസങ്ങളാണ്. ദീർഘമായ ഒരു കാലയളവാണ്. അത്രയും നാള് വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ശനിദോഷം ബാധിക്കുകയില്ല, ദൃഷ്ടിദോഷം ബാധിക്കുകയില്ല. അതായത് ശനിയെ സംബന്ധിക്കുന്നിടത്തോളം സത്യസന്ധതയുടെയും സേവനത്തിൻ്റെയും കർമ്മ രംഗത്ത് കഠിനാധ്വാനത്തിൻ്റെയും അനുഗ്രഹം ചൊരിയുന്ന ഒരു ഗ്രഹമാണ്. അങ്ങനെയുള്ള ഗ്രഹം ആ രാശിയിലേക്ക്, ഇടവം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സൂചനയുണ്ട്. എന്നാൽ അത് ശ്രദ്ധിക്കാത്തവർക്കാണ്. ഭക്ഷണകാര്യങ്ങളിലും കൃത്യനിഷ്ഠ ദിനചര്യയിൽ ചെയ്യുന്നവർക്ക് ശനി ബാധിക്കുകയില്ല. എന്നാൽ എല്ലായ്പ്പോഴും നമുക്ക് അതുപോലെ സാധിക്കുകയില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ശനിയുടെ വക്രസ്ഥിതി മൂലം ആരോഗ്യം തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ നേരുകേടും അപമാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതൊക്കെ മാറി ശ്രേയസ്സും യശസ്സും വന്നിച്ച്. ശനി ദൃഷ്ടി ചെയ്യുന്ന ഈ രാശിക്കാരുടെ മറ്റൊരു ഭാവമാണ് വിദ്യാഭാവം. അതായത് 5ാം ഭാവം കന്നി രാശി, മിഥുനം രാശിക്കാർക്ക് വിദ്യാഭാവമാണ്, പ്രതിഭാസ്ഥാനമാണ്. പല കാര്യങ്ങൾക്കും കലാരംഗവുമായി ബന്ധപ്പെട്ടോ അതിൻ്റെ അവാന്തര വിഭാഗങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് പലതരത്തിലുള്ള അലസത വന്നുപെട്ടിട്ടുണ്ടാകാം. അതൊക്കെ മാറി സന്തോഷകരമായിട്ട് തൊഴിൽ രംഗത്തും വിദ്യാരംഗത്തുമൊക്കെ വിജയിക്കുവാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ട് മറ്റൊരു ഭാവമാണ് സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിലാണല്ലോ ശനി ഇപ്പോൾ ആ മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ മിഥുനം ഇടവം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർ, ഈ നക്ഷത്രക്കാർക്ക് 11ാമിടത്താണ് ശനി. അപ്പോൾ ആഗ്രഹങ്ങൾ ചിലപ്പോൾ സാഫല്യം വരാതെ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി സർവവിധ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് തൊഴിൽ പുരോഗതി, ധന ആഗമന യോഗം, വിദ്യാവിജയങ്ങൾ, ഐശ്വര്യപൂർണമായ കുടുംബജീവിതം ഇതൊക്കെ വന്നു ചേരുവാൻ ഈ ശനിയുടെ വക്രസ്ഥിതി മൂലം ഇടവം രാശിക്കാർക്ക് ഭാഗ്യം വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ താഴെ എൻ്റെ ഫോൺ നമ്പർ ചേർത്തിട്ടുണ്ട്. നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിച്ചും ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഫോൺ വിളിച്ച് ചോദിച്ച് നമുക്ക് നേരിട്ട് സംസാരിക്കാം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം.